അത് കട്ടിയ അതെ 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 എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ആഷിഖ് റെഡി ആയിരിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്ന് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. അപ്പൊ വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ നമ്മള് വിചാരിച്ചു ജുബൈയിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഓൾറെഡി നമ്മളെ മുന്നില് ഒരു ഫ്രണ്ട് ഫാമിലി ഉണ്ട്. പിന്നെ ഓൾറെഡി വേറൊരു ഫാമിലി ജുബൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് കുറച്ചു നേരമായി കാറിൽ കയറിയിട്ട്. ദമാമിനൊരു 1 hour ആണ്, അല്ലെ 1 hour അല്ലേ, 1 hour ആണ് ജുബൈലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ മീമി സൈഡായിട്ടുണ്ട്. പിന്നെ നല്ല ഉറക്കായിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോ നമ്മുടെ ജുബൈലിനൊരു എന്താ പ്രത്യേകത അല്ല, അപ്പൊ ജുബൈലാണ് നമ്മുടെ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലെ. നമ്മൾ ജുബൈലിൽ എത്തുമ്പോ ഫുൾ നമുക്ക് എന്താണ് ഈ കമ്പനീസിന്റെ ഇൻഡസ്ട്രീസ് ഒക്കെ കാണാം. റോയൽ കമ്മീഷൻ പോകുമ്പോൾ കാണാം. റോയൽ കമ്മീഷൻ എന്ന് പറഞ്ഞ സ്ഥലം, അതാണ് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ. അവിടെയാണ് സ്റ്റാർട്ടിങ്. നമ്മൾ ആ വഴിയാണ് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ ഞങ്ങള് ഉച്ചക്ക് ഇന്ന് ഫുഡ് ബിരിയാണി ആയിരുന്നു. നല്ല ദമാമിത്തെ ചില്ലൂസ് ലഗൂൺ ബിരിയാണി അല്ലേ. ചിക്കൻ ലഗൂൺ ബിരിയാണി തുടക്കത്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞിട്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഭയങ്കര വിലയും കുറവാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണെന്നാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ച് കല്യാണത്തിന് ഉണ്ടാവുന്ന ലഗൂൺ ചിക്കന്റെ ബിരിയാണി, വലിയ കാലൊക്കെയുള്ള ബിരിയാണി, നല്ല ടേസ്റ്റ്, അടിപൊളി ബിരിയാണി. ബിരിയാണി അടിച്ചു ബിരിയാണി കഴിച്ചു. സോറി. അപ്പൊ ബിരിയാണി കഴിച്ചപ്പോ നല്ല ഉറക്കം വരില്ല, എനിക്കെല്ലാം മനസ്സിലായത്. അപ്പൊ ഞാന് ഉറക്കം പോവാനേ ഒരു ബെസ്റ്റ് സാധനം കൊടുത്തു. അത് കഴിച്ചപ്പോ ഉറക്കം പോയില്ലേ. അപ്പൊ ഇനി ഉറക്കം വരുന്നവർക്ക് ഈ സാധനം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ എന്താ സാധനം കഴിച്ചത് പറിച്ച്. അപ്പൊ ഇത് നമ്മളൊരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് കൊടുന്നാണേ. അപ്പൊ ഇത് ഞാൻ എടുത്ത് കൊടുത്തപ്പോ ഇത് കടിച്ചിട്ട് ഉറക്കം പോയി. അപ്പൊ ഇനി അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ ഉറക്കം വരുന്നവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ട്രൈ ചെയ്തിട്ട് ഉറക്കം പിന്നെ ഉറക്കം മാറിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടിപ്പായിട്ട് എടുത്തോളൂ. ഓക്കെ, മലീക്ക എന്താ കഴിക്കുന്നേ? ഞങ്ങൾ പിന്നെ കുറച്ചാണ് വണ്ടി കയറി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് വിശക്കും. എനിക്ക് വിശക്കും. അപ്പൊ ഞാൻ ഫുൾ സെറ്റപ്പില് കേക്കും അതും ഇതൊക്കെ എടുത്തിട്ടാണ് കയറിയത്. അങ്ങനെ കഴിക്കുന്നുണ്ട് ചിപ്സ്. ഞാൻ 2 എന്താണ് ചെറുതാ കടിച്ചാ കുറച്ചൊക്കെ കഴിച്ച് അടുത്തേക്ക് പോകുകയാണ്. ഇതാ തല തിരിഞ്ഞുപോയി. അപ്പൊ ഇതും അവള് നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. ശോഭാസ് പുളിയച്ചാറ്. ഒരു നൊസ്റ്റാൾജിയാണ്. പക്ഷെ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോ ശരിക്ക് മറ്റേ ബോർഡാണ് നൊസ്റ്റാൾജിയ. ഇത് കുറച്ചും അതില്ല, കൊടുത്തിട്ടില്ല. തരാ ശരിക്കും നൊസ്റ്റാൾജിയ മറ്റേതാണ്, പ്ലെയിൻ ട്രാൻസ്പെറന്റ് ഇതിൽ വരുന്നത്. ഇതൊക്കെ പിന്നെ കുറച്ച് അത് കഴിഞ്ഞു. ഇതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ പണ്ടത്തെ പോലൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. മറിച്ചിട്ടിട്ടാവും. മറിച്ചിട്ട് അത് മൊത്തം ഉണ്ടാക്കിട്ട് അത് ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. അങ്ങനെ ഉണ്ടാക്കിയാ കഴിച്ചു. അബി എന്ന് പറയുന്ന ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ പക്ഷെ ഇപ്പൊ എന്താ ഇതൊന്നും കഴിക്കാന് ലൈക് പണ്ടൊക്കെ നമ്മൾ കൊറേ കഴിച്ചിരുന്നു. ഇപ്പൊ എന്ത് കഴിക്കുമ്പോഴും ആലോചിക്കും എന്തിനാ അൺഹെൽത്തി, എന്തിനാ അങ്ങനെ വെറുതെ കേറ്റുന്നുള്ളൊരു ചിന്തയാണ്. അത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഞമ്മക്ക് പിന്നെ എല്ലാതും പോവും, തിരിച്ചു കടിക്കാത്ത എല്ലാതും പോവും അല്ലേ. എന്നാ കാണാനും ഉണ്ട്. വയറൊക്കെ അങ്ങോട്ട് ഹൈവേക്ക് എത്തിയിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ പുളിയച്ചാറ് അടിച്ചു കയറ്റുന്ന മൻസൂർ. അടുത്ത ഒരു പാക്കറ്റ് ചിപ്സ് കഴിഞ്ഞ അടുത്ത കേക്കിലോട്ട് കേക്ക് കഴിക്കുന്ന മലീക്ക. എന്താ ഇത്? സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആ പുളിയച്ചാർ, അയ്യോ സൗണ്ട് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ആ പുളിയച്ചാറ് ഞാൻ ആകെ ഒറ്റ പാക്കറ്റേ കഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതാ
ഇവരാണ് കഴിച്ചു തീർത്തത്. കളാണ്. ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റി ആണെന്ന്. അപ്പൊ ഇത് അങ്ങനെ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പേരുണ്ടാവും. ആ, റോയൽ കമ്മീഷൻ എന്നാണ് പേര് അല്ലേ. പക്ഷെ അത് രാത്രി ഭയങ്കര രസാട്ടാ, ലൈറ്റ് ഒക്കെ ആയിട്ട്. നിങ്ങൾ അത് മാറ്റ്, ആ സൺഷെയ്ഡ് മാറ്റും. ഇനി എങ്ങനെ ഇവിടെ തിന്നണ തിരക്കാണേ. അതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ. അല്ല, ഇവിടെ ഉള്ളവർക്ക് ഇതൊരു ഒത്തിരിയാവില്ല, പക്ഷെ ജുബൈലെ അറിയാത്തവർക്ക് ഇതൊരു രസമാണ്. ഞാൻ തന്നെ ഇപ്പൊ രണ്ടാമത്തെ വട്ടാട്ടോ ജുബൈലിക്ക് വരുന്നത്. ഞാനിപ്പോ സെക്കൻഡ് ടൈമാണ് ജുബൈലിക്ക് വരുന്നത്. ലോകത്തുള്ള എല്ലാ കമ്പനികളും ഒരു പ്ലാന്റ് ഇവിടെ ലോകത്തുള്ള എല്ലാ കമ്പനികളും ഭയങ്കര ഒരു പ്ലാന്റ് ജുബൈലുണ്ടായി. ഭയങ്കര പ്രൊഡക്ഷൻ, ഭയങ്കര മിനറൽസിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഡേ ബൈ ഡേ. ഇപ്പൊ നിങ്ങൾ കാണാം അവിടെ വലിയ പുക പോണത് ഒക്കെ കാണാം കേട്ടോ. ഇപ്പൊ പുക കാണോ? അതോ ജുബൈല് കിട്ടുന്നു 24 വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ. പല 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 കമ്പനികളും വേൾഡ് വൈഡ് ലോകത്തിന്റെ. കാരണം ഇവിടെ ഷിപ്പ്, അത് ബീച്ചിന്റെ അടുത്താണ് ഈ സ്ഥലം. ഷിപ്പ് യാർഡ്, ട്രാൻസ്പോർട്ട്, ഷിപ്പ് ആയില്ല, എയർ സീ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കരമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇതൊരു വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആയി മാറുന്നത്. പിന്നെ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് യാംബു. യാംബു ഇതേപോലെ സീ പോർട്ടിന്റെ അടുത്താണ്. സീ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര. ഇവിടെ ആളുകൾ അധികം താമസം കുറവായിരിക്കും ഈ അങ്ങോട്ട് പോണ ഭാഗത്ത്. കാരണം അധികം ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല. അതായത് അന്തരീക്ഷത്തിൽ ഭയങ്കര അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര പുകയായിരിക്കും, വേസ്റ്റ് പുകയായിരിക്കും. അധികം ശ്വസിക്കുമ്പോൾ ഭയങ്കര അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ജുബൈലിന്റെ പോയിട്ട് തിരിച്ചു വരുമ്പോ രാത്രി ഇത്ര ഈ ഒരു വെളിച്ചത്തിൽ ഞങ്ങള് ജുബൈൽ ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട് കാണാന്. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായി നമ്മൾ പോകുന്നത് ഫനാത്തീർ ബീച്ച്. യെസ് യെസ്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫനാത്തീർ ബീച്ച്. ബ്ലൂ ആണ്. ഭയങ്കര ബീച്ചാണ്. കണ്ണട അടിച്ചു മാറ്റിയിരിക്കുന്നു, എന്റെ ഗ്ലാസ് അടിച്ചു മാറ്റിയിരിക്കുന്നു. മലിക്ക പക്ഷെ തന്നടി ഭയങ്കര വെയില്. നീ ഇതുവരെ പോയിട്ടില്ലല്ലോ. ജുബൈലത്തെ ബീച്ച്. നീ ഇറങ്ങാൻ ഡ്രസ് കൊടുത്തിട്ടില്ല. ചെക്കന്മാരൊക്കെ കാണൂ, മോശാണ്. അപ്പൊക്കെ കാണും, മേലൊക്കെ കാണൂലേ. ഇവിടെ മിലൂസ് ഇല്ലേ, സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഒരു മിനിറ്റ്. ഒരു നല്ല രസമുള്ള ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ നോക്ക് പേസ്റ്റിന്റെ ചോക്ലേറ്റ് അല്ലേ. നെക്സ്റ്റ് അടുത്ത നോക്കട്ടെ, അടുത്ത സാധനം നോക്കട്ടെ. അത് ഭയങ്കര ക്യൂട്ടായിണ്ട്. ഇതിന്റെ ഉള്ളിലാണ് തോന്നുന്നു ചോക്ലേറ്റ് വരുന്നത്. മീമി ഒരു ബോളൊക്കെ എടുത്ത് വന്നു. അപ്പൊ ഞങ്ങളെ ഫസ്റ്റ് ഫാമിലി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ ഫസ്റ്റ് ഫാമിലി എത്തി, സാലി ആൻഡ് ലഹീന. ഇനി ഞങ്ങളെ നെക്സ്റ്റ് ഫാമിലിനെ വെയിറ്റ് ചെയ്യാണ് അല്ലേ. എടുത്തോ. അയ്യോ, ബാക്കൊക്കെ അതാ കാണുന്നു. മീമിക്കൊരു ബോൾ വാങ്ങിയത് മീമി ഇവിടെ കൊണ്ടിട്ടു, ഏതോ കാറിന്റെ അടിയിൽ. വളരെ ബുദ്ധിപരമായി ആരുടെയോ കാറിന്റെ അടിയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ബോൾ എടുക്കുകയാണ് ഗായ്സ്. അയ്യോ, ബാക്കൊക്കെ കാണുന്നുണ്ട്. അത് കട്ടിയാ ബ്ലറാക്ക ഞാന്. കിട്ടിയോ? അതാ അപ്പത്തിന് ബോൾ കിട്ടിയിരിക്കുന്നു ഗായ്സ്. ഇടയിലും മീമി വേറെ ബോൾ. ഇതാ മീമിക്ക്. ജെയ്നോ രണ്ടാൾക്കും കൂടി ബീച്ചിൽ തട്ടി കളിക്കാട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളെ, ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നാമതും കൂടി ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയാണ് ഇത് കേട്ടോ. ഇവര് ജുബൈലിലുള്ള ഫാമിലിയാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ നിങ്ങളിപ്പോ പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും എന്താണ് രാവിലത്തെ ഒരു വ്ളോഗിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഈ രാത്രി ആയതെന്ന്. അപ്പൊ അതിന്റെ റീസൺ ഞാൻ പിന്നെ പറയുന്നതാണ്. അതെ എന്തെങ്കിലും പറയാനുണ്ടോ സഫാൻ? എന്തെങ്കിലും രണ്ട് പക്ഷെ ഇവര് ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് ആണ്. ഇവര് ഭയങ്കര റീൽസ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റയിൽ വേണമെങ്കിൽ കൊടുക്കണോ? ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണോ? ഓക്കെ അപ്പൊ ശരി. അത് ഞങ്ങള് വേറൊരു ഫ്രണ്ട് ഫാമിലിയാണ് കേട്ടോ. ഒരു ഹായ് പറഞ്ഞോളൂ, എന്റെ യൂട്യൂബിനാണ്. ഞങ്ങളിപ്പോ ഉള്ളത് ദ മൂവ് എന്ന് പറഞ്ഞ ജുബൈലാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, സെക്കൻഡ് ടൈമാണ് ഞാൻ ജുബൈലിക്ക് വരുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്.
പിന്നെ ഇപ്പൊ ഞങ്ങളുടെ വ്ളോഗില് ഫസ്റ്റ് ഇപ്പൊ നല്ല ക്ലിയർ ഉള്ള രാവിലത്തെ ഇതൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങളൊന്ന് അടിച്ചു പിരിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാനും ഇവരല്ല കേട്ടോ, ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഞങ്ങൾ ചെറുതായി ഒന്ന് കച്ചറുണ്ടായി. അപ്പൊ പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. എനിക്ക് വ്ളോഗ് എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴാണ് സെറ്റ് ആയത്. അപ്പൊ പിന്നെ ഇപ്പൊ ബാക്ക് ടു ഞാൻ എന്റെ ഈ വ്ളോഗിൽ കരുതി. അപ്പൊ ഇവളാണ് ഞങ്ങൾ ഇത് അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇനി പറ എന്താണ് ഇവിടുത്തെ ഒരു ഇത് പറഞ്ഞു കൊടുക്കുക. ഒരു ഇതെന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്, അതൊരു പ്രത്യേകത ഇതാണ്. ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കുക. ഭയങ്കര കാമൻ കൊയറ്റാണ്. വന്നിട്ടുണ്ടോ? പിന്നെ ഇവരെ പോലുള്ള അലവലാദികളൊക്കെ വരുമ്പോ അത്ര വലിയ വൈബൊന്നും. മീമിയുടെ ഷോ ഉണ്ട് കേട്ടോ, കയ്യിൽ മീമി ഷോ പോയി നടക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ ഫനാത്തിന്റെ അടുത്ത്, ദുബൈയിലെ ഫനാത്തിന്റെ അടുത്തുള്ള ഒരു ദ മൂവ് എന്ന് പറഞ്ഞ ഒരു ലൈക്ക് എന്താണ് കുറെ കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഒന്നുമില്ല, ലൈക്ക് എന്താണ് ഒരു കടലാണ്. കടലിന്റെ മുകളിൽ കൂടെ വലിയൊരു പാലം അവർ ചെയ്തിരിക്കുകയാണ്. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ നമ്മൾ നൈറ്റ് വ്യൂ ആണ്. മോർണിംഗ് വ്യൂ ഇതിലും ഭംഗിയൊന്നും വിചാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട്. നമുക്ക് രാത്രി വന്നിരുന്ന കുറേ ടൈം ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അതാണ് ഹായ് പറയുന്നത്. ഇവിടെ ഹായ്. മിമി ദാ അതെന്തോ ഒരു കോഫി ഷോപ്പാന്ന് തോന്നുന്നു അല്ലേ. ഹായ്, എന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോ, വെറുതെ ഇങ്ങനെ നിക്കണ്ട പോസ്റ്റ് ഇട്ടിട്ട്. ഹലോ പറഞ്ഞ അല്ല ചിക്കുന്റെ ചാനൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആണോ എന്താ പറയാന്നൊക്കെ. ഞങ്ങളിങ്ങനെ മോളിലേക്ക് പോയോണ്ടിരിക്കട്ടാ. അല്ല, ഈ പാലത്തിന്റെ മുകളിലോട്ട് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹായ് പറഞ്ഞ ഇങ്ങോട്ട് വാ. ഇതെന്താ അതിനുള്ള വയറാണുള്ളത്. അല്ല, കപ്പിൾസ് വരട്ടെ. ഇവരെ നിങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണേ. ഇവരെ പല ഭാവഭേദങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് ആണെന്നൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കേട്ടാം പാട്ട്. ഓ സൂപ്പർ. ഭയങ്കര ഒരു ക്യൂട്ട് ഫോർഡ് മസ്താങ് ഉണ്ട്. അപ്പൊ അതിന്റെ മുന്നില് ഇതാ ഇവരൊക്കെ പോസ് ചെയ്യാണ്. മീമിയൊക്കെ ഭയങ്കര പോസ്. മീമി ഇതെന്താ മീം? ഇവിടെ ഫോട്ടോ സെഷനാണ്. എവിടെയെന്ന് അറിയോ? ബാത്റൂമിലാണ്. ബാത്റൂമിനെ പോലും ഇവര് വെറുതെ വിടലില്ല ഫോട്ടോ എടുത്ത്. എന്താ ചെയ്യങ്ങട് നോക്ക്. 2 താഴത്ത് കെട്ടുന്ന് കളിച്ച് മറിക്കണത്. അടുത്ത ആളിതാ വരണ. മീമി കാട്ടറൊക്കെ അതിൻ്റെ ഉള്ളിൽ തോണ്ടിയൊക്കെ എടുക്കണം. എന്താ മീമി? അല്ലാ, വീട്ടിൽ ചെന്നാ വെള്ളത്തിൽ മുക്കി എടുക്കേണ്ടി വരും എല്ലാരും. ഞങ്ങൾ ഷൂ ഒക്കെ ഊരിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അൽ നൈവ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഷൂ ഒക്കെ ഊരിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത്. ഓക്കെ, മറ്റവരൊക്കെ അവിടെ എത്തി സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ബ്ലോഗർ മാത്തച്ഛൻ, ആർ യു റെഡി? ആർ യു എക്സൈറ്റഡ്? ഓക്കെ. ഈ കടന്റെ സ്പെഷ്യാലിറ്റി ഒന്ന് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആശി ഇവിടെ എത്തി. ആശി ഇതാ കിടക്കണം. പോലെ അഭിനയിക്കും. ചെറിയ വരും, ഫുഡ് വരും കഴിക്കും. എങ്ങനെ മനസ്സ് ഇതാ ഫുഡ് എത്തിയിട്ടുണ്ട്. അത് നമുക്ക് കാണാട്ടോ. വരുന്നത് കാണാം. എല്ലാരും വെയിറ്റ് ചെയ്താ ഫുഡ് എത്തിയിരിക്കുന്നു. ഇതിനുള്ള ഇത് എന്ത് മീനാണ്? ഇടയിലുണ്ട് അല്ലേ? റൈസാണ്.
അപ്പൊ ഗായ്സ് ഞങ്ങളെ ഫുഡ് എത്തി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഓക്കെ ബൈ. അപ്പൊ ഇനി വീഡിയോ ഇല്ല, കഴിക്കാൻ പോവാണ്. ബൈ ബൈ. അതിന്റെ ഇടയിൽ ഒരാളെ കാണാലോ കേട്ടോ. നോക്കുമ്പോ എന്താ സംഭവം, ലിപ്സ്റ്റിക് ഇടാൻ പോയിക്ക. ഓൾറെഡി ഉണ്ടടി ലിപ്സ്റ്റിക്. ഇവിടെ ഇടക്കിടക്ക് കാണാണ്ടാവും ഇങ്ങനെ ഓരോ കള്ളപ്പണിയാണ് അവൾക്ക്. അയ്യോ എന്റെ വ്ളോഗിൽ വരാനുള്ള ഫാൻസ് ആണ് കേട്ടോ അതൊക്കെ. എന്താ ചെയ്യാ, ഞങ്ങളൊരു ചാലഞ്ച് ചെയ്യുകയാണ് ഗായ്സ്. ആരാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ഭാര്യയെ എടുത്തു പൊക്കുന്നത് അവർക്ക് ഞങ്ങളൊരു സമ്മാനം നൽകുന്നതാണ്. കൂടുതൽ ടൈം ആരാ പിടിക്കണം അവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. 1 2 3 ടൈം നോക്കട്ടോ. എന്താണ് മനസ്സിലൊക്കെ ഞെട്ടിത്തെറിച്ച് നിക്കണ്ട്. ഇന്നെ എടുക്കണല്ലോ ആലോചിച്ചിട്ട്. എനിക്ക് കംപ്ലൈന്റ് ആണ്. ആക്ച്വലി ഇതിലും കൂടുതൽ സമയം അവളെ പൊക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് എന്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ക്ഷീണായതാവും. എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ആഷിക് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ അതാ ആ സൈഡിലോട്ട് വരും, ഈ സൈഡിലോട്ട് എന്ന് പറഞ്ഞ് ഇവിടെ വളരെ മത്സരമാണ് നടക്കുന്നത്. ആര് ഫസ്റ്റ് കണ്ടു? സഫാൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയാവുന്നതാണ്. നമ്മുടെ ബ്ലോഗർ നെക്സ്റ്റ് നമ്മുടെ എവിടെ ബ്ലോഗറുടെ ഹസ്ബൻഡ് വേറെ ഭാര്യമാരെ പൊക്കാം. അപ്പൊ ഞങ്ങൾക്ക് സമയമില്ല ഗായ്സ്. നിങ്ങൾ ഇതിൽ പങ്കെടുത്ത ഞങ്ങൾ തന്നെ ജയിക്കും. നോക്കട്ടെ. ആകാംക്ഷാപൂരിതമായ അടുത്ത റൗണ്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിനക്ക് എന്നെ പൊക്കാനുള്ളൂലേ വയ്യായി. അതാ അടുത്തതായി തമ്മിലുള്ള പോരാട്ടം. നെക്സ്റ്റ് സാലി ഓൺ ദ ഫ്ലോർ. അപ്പൊ ഇതാണ് റോയൽ കമ്മീഷന്റെ ഇൻഡസ്ട്രിയൽ സിറ്റിയുടെ നൈറ്റ് വ്യൂ ആണിത്. ഒരു ഭാഗം നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ, അതായത് ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നമ്മള് ഷെഫീക്ക എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളെല്ലാരും കുറെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അത് പുറത്തൊന്നല്ല. സത്യം പറഞ്ഞ ഫോണ് ഞാൻ എടുത്തില്ല, ഫോണ് കാറിലായിരുന്നു. നമ്മള് കുറെ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ടൈം എത്രയായി? ഇപ്പൊ 1:30, രാത്രി 1:30. ഇപ്പൊ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോവുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വിളിച്ച് പറയടി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് അടിച്ചോ. ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോ. അതെ അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസ് ആണ് വേണമെന്നുള്ള ഒരു സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യണം. എന്നാ പിന്നെ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കാല്ലേ. സ്റ്റോറീസ് ഒക്കെ ഞങ്ങളെ വീഡിയോ ഇടക്കിടക്ക് സ്റ്റോറി ഷെയർ ഒക്കെ ചെയ്തോളിട്ടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.